Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാമിന് വീണ്ടും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബേസ് തൊട്ട് പഠിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മുടെ സയൻസ് പാർട്ടിൽ നിന്ന് ഫിസിക്സ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഇങ്ങനത്തെ എക്സാംസിന് പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കൂടെ വായിക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാണ് ഫിസിക്സിന്റെ പോർഷൻ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിസിക്സ് പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് അളവുകളും യൂണിറ്റുകളുമാണ് അല്ലെ. എപ്പോഴും തന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന അളവുകളും അതിന്റെ പ്രതീകവും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊന്ന് നോക്കിപ്പോകാം. ആദ്യമായിട്ട് നീളമാണ്. നീളത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ് അല്ലെ. നീളത്തിന്റെ SI യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീറ്റർ ആണ്. അപ്പൊ മീറ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന പ്രതീകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ m ആണ്. അതിൽ സെന്റിമീറ്ററും മില്ലിമീറ്ററും കിലോമീറ്റർ ഒക്കെ നമ്മൾ പറയുന്നതാണ്. എന്നാൽ SI യൂണിറ്റ് ഏതാണ്? അത് മീറ്റർ ആണ്. ഓക്കെ, ഇനി നോക്കുക. മാസിന്റെ SI യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിലോഗ്രാം ആണ്. ഏതാണ്? കിലോഗ്രാം ആണ്. ഈ കിലോഗ്രാമിനെ ഡിനോട്ട് ചെയ്യുന്നത് kg എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് സമയം അല്ലെങ്കിൽ ടൈം. നമുക്കറിയാം ഏതാണ്? സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ സമയത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. S എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സെക്കൻഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്ന അടിസ്ഥാന യൂണിറ്റുകളാണ് കേട്ടോ. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് പറയുന്നത്. ഇനി അടുത്തൊരു ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ആംബിയർ എന്ന് പറയുന്നത്. ആംബിയർ ഏതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതിന്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതി പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ആംബിയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ A കൊണ്ടാണ് ഈ ആംബിയർ എന്ന യൂണിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കുക. താപനില ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ് അല്ലെ. ടെമ്പറേച്ചറിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ യൂണിറ്റുകളും ഉപയോഗിക്കുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഫാരൻഹീറ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ താപനിലയുടെ SI യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? കെൽവിൻ ആണ്. കെൽവിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? K ആണ്. ഓക്കെ, ഇനി അടുത്തത് പദാർത്ഥത്തിന്റെ അളവ് അല്ലെങ്കിൽ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതെന്താണ്? മോൾ എന്ന് പറയുന്ന ടേമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്. അപ്പൊ മോളിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് MOL, മോൾ എന്നാണ് നമ്മൾ എഴുതാറ്. ഓക്കെ, ഇനി അടുത്തത് പ്രകാശ തീവ്രത അല്ലെങ്കിൽ എന്തെന്ന് പറയും? ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയും. അപ്പൊ അതിന്റെ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻഡിലയാണ്. CD എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, നമ്മൾ അടിസ്ഥാന അളവുകളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളുമാണ് പറഞ്ഞത്. പ്രധാനമായിട്ടും 7 അടിസ്ഥാന അളവുകളാണുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് എപ്പോഴും തന്നെ ഏതെങ്കിലും യൂണിറ്റ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നീളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കുറച്ച് ടേംസ് ആണ് അല്ലെങ്കിൽ എന്താണ്? മറ്റു കുറച്ച് യൂണിറ്റുകളാണ്. അതായത് ഒരു ഫാത്തം എന്ന് പറയുന്നത് എത്ര അടിക്ക് ഈക്വൽ ആണ്? 6 അടിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ ഈ യൂണിറ്റുകളുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് അതിലെ നീളവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടേംസ് ഉണ്ട്. അപ്പൊ അത് എന്തിന് ഈക്വൽ ആണ് എന്നുള്ളത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ നോക്കുക, ഒരു ഫാത്തം എന്ന് പറയുന്നത് എത്ര അടിയാണ്? 6 അടിയാണ്. ഇനി ഹെക്ടർ അല്ലെ, നമ്മൾ എപ്പോഴും വിസ്തീർണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നതാണ് ഹെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെക്ടർ എന്ന് പറയുന്നത് എത്ര ഏക്കറിന് തുല്യമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2.47 ഏക്കറിന് തുല്യമാണ്. ഇനി 1 മീറ്റർ ആണെങ്കിൽ 100 സെന്റിമീറ്റർ ആണ്. ഇനി 1 മൈല് അല്ലെ, നമ്മൾ നടക്കുമ്പോൾ 1 മൈൽ നടന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്? 1.6 കിലോമീറ്റർ ആണ് 1 മൈല് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1 കിലോമീറ്റർ എത്രയാണ്? 1000 മീറ്റർ ആണ്. ഇനി ഒരടി, നമ്മളെപ്പോഴും അടിക്കണക്ക് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഒരടി എത്ര ഇഞ്ചാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
12 ഇഞ്ചാണ്. ഇനി ഒരു നോട്ടിക്കൽ മൈൽ ആണെങ്കിലോ 1.852 കിലോമീറ്റർ ആണ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പൊക്കോളുക. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഒരു ഫാത്തം എന്ന് പറയുന്നത് 6 അടിക്ക് ഈക്വൽ ആണ്. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.47 ഏക്കറിന് ഈക്വൽ ആണ്. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററിന് ഈക്വൽ ആണ്. ഒരു മൈല് 1.6 കിലോമീറ്ററിന് ഈക്വൽ ആണ്. ഒരു കിലോമീറ്റർ ആണെങ്കിൽ 1000 മീറ്റർ ആണ്. ഒരടിയാണെങ്കിൽ 12 ഇഞ്ചാണ്. ഒരു നോട്ടിക്കൽ മൈലാണെങ്കിൽ 1.852 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്തത് പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതും ദൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അല്ലെ. പ്രകാശവർഷം അറിഞ്ഞിരിക്കണം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രകാശവർഷം എന്ന് പറയുന്നത്? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. ഒരു പ്രകാശവർഷം എന്നത് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇനി ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത നമുക്ക് അറിഞ്ഞിരിക്കണം. എത്രയാണ്? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ പ്രകാശവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്ന് പ്രകാശവർഷം എന്താണെന്ന് പറഞ്ഞു, പ്രകാശവർഷം എത്ര കിലോമീറ്ററിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അടുത്തത് എന്താണ് പറഞ്ഞത്? ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയാണ് പറഞ്ഞത്. ഇത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടോപ്പിക് ഒന്നും ഒത്തിരി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ് ആണ് ഏത്? പാർസെക്. ഓക്കെ, അതും എന്താണ്? ദൂരം അളക്കുന്ന യൂണിറ്റ് തന്നെയാണ്. വളരെ വലിയ അളവുകൾ അളക്കാനായിട്ട്. അതാണ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ് ആണ് പാർസെക് എന്ന് പറയുന്നത്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.08 ഇൻറ്റു 10⁻16 മീറ്റർ അല്ലെങ്കിൽ എന്താണ്? 3.26 പ്രകാശവർഷമാണ്. അപ്പൊ ഒരു പാർസെക് എന്നുള്ളത് എത്ര പ്രകാശവർഷത്തിന് ഈക്വൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3.26 പ്രകാശവർഷത്തിന് ഈക്വൽ ആണ്. ഇനി നോക്കുക. ഇനി നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. അല്ലെങ്കിൽ എന്താണ്? അടിസ്ഥാന അളവുകളും അതിന്റെ യൂണിറ്റുകളും പറഞ്ഞു. നമ്മൾ യൂണിറ്റിനെ പറ്റി പറയുമ്പം 2 തരത്തിലുള്ള യൂണിറ്റ് ഉണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അടുത്തത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന യൂണിറ്റുകളെയാണ് എന്തെന്ന് പറയാ? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയാ. അപ്പൊ അതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. നോക്കുക. ദൂരം, സ്ഥാനാന്തരം. ഇവിടെ യൂണിറ്റ് എന്താണ്? നീളത്തിന്റെ യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ തന്നെയാണ്. പ്രവേഗം, വേഗത. പ്രവേഗവും അല്ലെങ്കിൽ എന്താണ് വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് ത്വരണം. ത്വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ ആണ് അല്ലെ. അപ്പൊ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക. ഇവിടെ പ്രവേഗം, വേഗത, ഇവിടെ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡും. അതേ സമയത്ത് ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണ്. ഇനി മർദ്ദം. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. പ്രവൃത്തി, ഊർജം, അവയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഇനി പവറിന്റെ യൂണിറ്റ് ആണെങ്കിൽ വാട്ട് ആണ്. ചോദിക്കാറുള്ളതാണ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്. വൈദ്യുതി ചാർജിന്റെ യൂണിറ്റ് കുളോം ആണ്. വൈദ്യുതി ചാർജിന്റെ യൂണിറ്റ് കുളോം. ഇനി യന്ത്രങ്ങളുടെ പവർ അളക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയും? ഹോസ് പവർ എന്ന് പറയും. അല്ലെങ്കിൽ എന്തെന്ന് പറയും? കുതിരശക്തി എന്ന് പറയും. അപ്പോൾ ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഒരു ഹോസ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടിന് ഈക്വൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 746 വാട്ടിന് ഈക്വൽ ആണ്. ഓക്കെ, ഇനി അടുത്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ട് ആണ്. റെസിസ്റ്റന്റിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണെങ്കിൽ എന്താണ്? ഓം മീറ്റർ ആണ്. അടുത്തത് വൈദ്യുതി ചാലകതയുടെ യൂണിറ്റ് ആണെങ്കിൽ സീമെൻസ് ആണ് കേട്ടോ. ഇനി നോക്കുക. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? കൂടുതലും ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂണിറ്റുകളൊക്കെയാണ് പറഞ്ഞത്. സ്ഥിരം മാറി മാറി ചോദിക്കുന്നതാണ്. ഇനി നോക്കുക. ഒരു ജൂൾ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഒരു ന്യൂട്ടൺ മീറ്ററിന് ഈക്വൽ ആണ്.
ഒരു ജൂൾ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു വാട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു, 746 വോട്ടിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഒരു കിലോ വാട്ട് 1000 വാട്ടിന് ഈക്വൽ ആണ്. ഒരു മെഗാവാട്ട് എന്ന് പറയുന്നത് 10⁻⁶ വാട്ട് ആണ്. ഓക്കെ, അതും കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി വരാൻ ചാൻസ് ഉള്ള മറ്റൊരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഊർജവും അതിന്റെ പരിവർത്തനവും. അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് എന്ത് ഊർജ വ്യത്യാസമാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഡൈനാമോയിൽ നടക്കുന്ന ഊർജമാറ്റം എന്താണ്, അവിടെ യാന്ത്രികോർജം എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്താണ്, യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഇനി വൈദ്യുതി ജനറേറ്റർ ആണെങ്കിലോ അവിടെയും അത് തന്നെയാണ്, യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇസ്തിരിപ്പെട്ടി അല്ലെങ്കിൽ എന്തെന്ന് പറയും, അയൺ ബോക്സ് എന്ന് പറയൂ അല്ലെ. അവിടെ നോർമലി എന്താവും, അവിടെ കറണ്ട് കൊടുക്കുമ്പോൾ വൈദ്യുതോർജം അവിടെ ചൂടാവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ വൈദ്യുതോർജം താപോർജമായിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തത് മൈക്രോഫോൺ ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് അല്ലെ, അവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്, ശബ്ദം ആണ് കൊടുക്കുന്നത്. സോ ശബ്ദോർജം അവിടെ എന്തായിട്ട് മാറുന്നു, വൈദ്യുതോർജമായിട്ട് മാറുന്നു. അതിന്റെ ബാക്കിയാണ് ലൗഡ് സ്പീക്കർ അവിടെ എന്താ ചെയ്യുന്നത്, അവിടെ കിട്ടുന്ന വൈദ്യുതോർജത്തെ വീണ്ടും എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, ശബ്ദോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കത് വീണ്ടും കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന എന്താണ്, അവിടെ പ്രകാശോർജം രാസോർജമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഊർജവും അതിന്റെ പരിവർത്തനവും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നോക്കുക. ഇനി ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കേവല 0 എത്തിച്ചേരുവാൻ കഴിയുന്ന ഊഷ്മാവ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ -273°C ആണ്. അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല 0 എന്നറിയപ്പെടുന്നത് എത്രയാണ്, -273°C ആണ്. ഇനി അടുത്തത് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4°C ആണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4°C ആണ്. ഇനി ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്നതും അപ്പൊ എവിടെ തന്നെ ആയിരിക്കും, ഈ 4°C തന്നെ ആയിരിക്കും അല്ലെ. കാരണം എന്താണ്, അവിടെ ഓൾറെഡി എന്ത് കൂടുതലാന്ന് പറഞ്ഞു, ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, വ്യാപ്തം കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫിസിക്സില് കുറച്ചുകൂടെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടേമാണ് ഭൂഗുരുത്വാകർഷണ ബലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്, ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പൊ ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നത് നമ്മൾ ഏത് ലെറ്റർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ജി എന്ന് പറയുന്ന ലെറ്ററുമായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്, 9.8 m/s² ആണ്. എന്താണ്, 9.8 m/s² ആണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ധ്രുവ പ്രദേശങ്ങളാണെങ്കിൽ 9.83 m/s², ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ 9.78 m/s², ഭൂപ്രതലത്തിലാണെങ്കിൽ 9.8 m/s² ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും ബേസിക് ആയിട്ട് ഭൂമിയിലെ ജിയുടെ മൂല്യം എടുക്കുമ്പോൾ എത്രയാണ് എടുക്കുക, 9.8 m/s² ആണ് യൂസ് ചെയ്യുക. ഇനി നോക്കുക, ചന്ദ്രനിൽ ജിയുടെ മൂല്യം എത്രയാണ്, 1.62 m/s² ആണ്. ഇനി ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 1/6 ഭാഗമാണ് എന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല, ഒരു സ്ഫിയർ അല്ല അല്ലെ, ഒരു ജിയോയിഡ് ഷേപ്പ് ആണ്. ജിയോയിഡ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഒരു സ്ഫിയറിനെ അടിച്ചു പരത്തിയ അല്ലെങ്കിൽ എന്താണ് ഒന്ന് അടിച്ചിട്ടുള്ള ആ ഒരു ഷേപ്പാണ് ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ എന്താണ്, ഇക്വേറ്റർ, ഇവിടെ പോളാണ് അല്ലെ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ R അല്ലെങ്കിൽ ഭൂമിക്ക് റേഡിയസ് ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ്, ഇക്വേറ്ററിലാണ്. അപ്പോ ഇക്വേറ്ററിൽ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ഭൂമിയിൽ നോക്കുവാണെങ്കിൽ അവിടെ ആയിരിക്കും ജിയുടെ വാല്യൂ കുറവെന്ന് പറയുന്നത്. അതേ സമയത്ത് ഭൂപ്രദേശത്തേക്ക് അല്ലെങ്കിൽ എന്താണ്, രണ്ട് പോളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഭൂമിയുടെ റേഡിയസ് ഇക്വേറ്ററിനെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഈ ജിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അവിടെ എന്ത് കൂടും? അവിടെ വസ്തുക്കളുടെ ഭാരവും കൂടും. അപ്പൊ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഒരു വസ്തുവിന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? 2 പോളിലുമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമുക്ക് ഗ്രഹങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ട്സ് നോക്കിയാലോ. അപ്പൊ നോക്കുക, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ബുധനാണ് അല്ലെ. ഇനി ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണെങ്കിലോ ശുക്രനാണ്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനും അതേ സമയത്ത് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനുമാണ്. ഇനി നോക്കുക, ശുക്രനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. മാരകമായ ഗ്രഹം, സൂര്യന്റെ ഇഷ്ടഭാജനം, പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, ഭൂമിയുടെ ഇരട്ട, ഭൂമിയുടെ സഹോദര ഗ്രഹം ലൂസിഫർ എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ് കേട്ടോ. ഇത്രയും വ്യാഖ്യാനങ്ങൾ ആരെ കുറിച്ചിട്ടുള്ളതാണ്? ശുക്രനെ കുറിച്ചിട്ടുള്ളതാണ്. ഇനി ചുവന്ന ഗ്രഹം, ഫോസിൽ ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം, പഴക്കമേറിയ ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ചൊവ്വയാണ്. എന്തൊക്കെയാണ്? ചുവന്ന ഗ്രഹം, ഫോസിൽ ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം, പഴക്കമേറിയ ഗ്രഹം. ഇനി നീലഗ്രഹമാണെങ്കിലോ, അപ്പം നമുക്കറിയാം നീലഗ്രഹമാണെങ്കിൽ അത് ഭൂമിയാണ്, ചുവന്ന ഗ്രഹമാണെങ്കിൽ ചൊവ്വയാണ്, പച്ചഗ്രഹമാണെങ്കിൽ യുറാനസ് ആണ്. ഇനി നോക്കുക, ഏറ്റവും പരിക്രമണ വേഗതയുള്ള ഗ്രഹം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുധനാണ്. അതേ സമയത്ത് പരിക്രമണ കാലം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നെപ്റ്റ്യൂൺ ആണ്. ഇനി ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാഴമാണ്. ഇനി ഏറ്റവും കുറഞ്ഞ ഗ്രഹം, ഭ്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുക്രനാണ്. ഇനി ഏറ്റവും വൃത്താകൃതിയിൽ പരിക്രമണ പദമുള്ള ഗ്രഹം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്താണ്? ശുക്രനാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹവും ഏത് തന്നെയാണ്? ശുക്രനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ച് നോക്കിയിട്ട് സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ആണ്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സാമിൽ വരുമ്പോൾ എന്ത് പ്രശ്നമാണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ കൺഫ്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അത് നല്ല രീതിയിൽ അടിസ്ഥാനം ഇട്ട് തന്നെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് എക്സാമിന് ഈ ഒരു മാർക്കൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറേ നടക്കുകയുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ഇയർ എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു മന്തും കൂടി ഉള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബേസ് തൊട്ട് അടിസ്ഥാനം ഇട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ക്ലാസ്സുകളുടെയും പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സിലബസ് ബേസ് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ലൈവ് സെഷൻസ് ഉണ്ടാവും. മോഡൽ എക്സാംസ്, എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസ്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ എന്താണ്, നിങ്ങൾക്ക് പഠന സംബന്ധമായുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ക്വറി ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ PDF ആയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. 6 മാസത്തെ റണ്ണിങ് ആയിട്ടുള്ള ബാച്ചാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും ബേസ് തൊട്ട് നല്ല രീതിയിൽ പഠിത്തം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മളൊരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്തേക്കാം. അതിലൊന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് എല്ലാവരും മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രം നല്ല രീതിയിൽ പഠിച്ച് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ വീണ്ടും ഇതുപോലത്തെ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്